Hi, hello guys. Welcome back to my YouTube channel. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് പറയുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഇന്ന് ജോബായിട്ട് നിൽക്കുന്നവർക്ക് ലീവ് കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 2025 ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഒരു നോ കോണ്ടാക്ട് ഫീലിങ്സ് അല്ലെങ്കിൽ വേറെ ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കൂടുതലും കാണുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു നോ കോണ്ടാക്ട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വാട്ടവർ, അതിലൊരു കുറച്ച് ഹാപ്പിനെസ് ആയിട്ടുള്ള എലമെൻറ്റും കൂടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയും കൂടിയുണ്ട്. അതായത് നിങ്ങളായിട്ട് നിൽക്കുന്ന നിങ്ങളില്ലേ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത് എന്താണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിനെ കൊണ്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയ കാര്യം എന്താണോ, ഈ ഒരു പേഴ്സൺ വഴി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നാണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ സംതിങ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെ പോകണം, എനിക്ക് ഫ്രഷ് ആകണം, എനിക്ക് എൻ്റെ വേറെ ലൈഫ് പാത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകണം, വാട്ടെവർ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യം വളരെ താമസിക്കാതെ തന്നെ നടക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ടും വളരെയധികം ഒരു വെയിറ്റിംഗ് പീരീഡ് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവർ തിരിച്ച് വരുന്ന, നിങ്ങൾ വിചാരിച്ചൊരു സമയത്ത് തിരിച്ചു വന്നില്ല. അപ്പോൾ ഇത്രത്തോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇതിന് മാത്രം എന്തൊക്കെ ഇഷ്യൂസ് എന്നറിയാതെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന ഒരു തരം ആൾക്കാരെയാണ് ഞാൻ ഇതിൽ കാണുന്നത് കേട്ടോ. പക്ഷെ ഇനി നിങ്ങൾക്ക് വളരെ താമസിക്കാതെ തന്നെ നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണോ മുന്നോട്ട് വേണ്ടത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, അതിന് താമസിക്കാതെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും. നിങ്ങൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ വളരെയധികം അല്ലെങ്കിൽ പോലും നിങ്ങളൊരു ഹാപ്പി ആവുകയും നിങ്ങളുടെ കറക്റ്റ് ആയിട്ടൊരു ലൈഫ് പാത്ത്, മേ ബി ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, അതൊരു ലൈഫ് പാത്ത് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ബിഗിനിങ്സ് തുടങ്ങി നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് പോകുന്നതായിരിക്കാം. വാട്ടെവർ അവിടെ ഒരു ലൈഫ് പാത്ത് ആരംഭിക്കുകയും നിങ്ങൾ അതിലേക്ക് പോകുന്നതുമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ട് അക്സെപ്റ്റ് നിങ്ങൾ ചെയ്യുന്നില്ല. ചെയ്യാതെ നിങ്ങൾ സംതിങ് വേറെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു ജോബായിരിക്കാം, ഒരു കരിയർ ആയിരിക്കാം. ഓക്കെ, കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മാറി നിന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ സംതിങ് ഒരു പുതിയ ജോബ്, കരിയർ, ബിസിനസ് വൈസ് അങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ചിന്ത ഉള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം നല്ല സമയമാണ്. കാരണം നിങ്ങളായിട്ട് എവിടെയാണോ ഒരു ജോബ്, കരിയർ, ആ ഒരു സിറ്റുവേഷനിലുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളെ കൂടെ നിൽക്കാനായിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ജോബ്, ഒരു ടീം കൊളാബറേഷൻ എന്നതിലപ്പുറം ഒരു ഫാമിലി പോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്, മുന്നോട്ട് വരുമ്പോഴുണ്ട് എന്ന് കാണുന്നുണ്ട്. അതായത് ഞാനീ പറഞ്ഞത് ജോബ്, കരിയർ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് മാറി നിൽക്കണം, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലത്ത്. ഓക്കെ, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ലൈഫ് പാത്ത് ജേണി കാണുന്നതായിട്ട് ഉണ്ട്. ഓക്കെ, വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് വെച്ച് നോക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾക്കെതിരെ ബാക്ക് സ്റ്റാബ് ചെയ്ത് നിങ്ങളെ ആരൊക്കെയാണ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു പേഴ്സന്റെ കൂടെ നിന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വേർതിരിച്ച ആൾക്കാർ, അവർക്ക് അവിടെ നല്ല പോലെ അവരുടെ ഒരു കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ അതിനുള്ള ഒരു പണി തുടങ്ങി കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഉറക്കം പോലും ഇല്ലാതെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം കൊണ്ടു നടക്കുന്ന ഒരു ഫീലായിട്ട് എന്താണോ നിങ്ങൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു പ്രശ്നം കൊണ്ട് അനുഭവിച്ചത്, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ ആരാണോ അതിന് വേണ്ടിയിട്ട് ഇരയാക്കിയിട്ടുള്ളത്, അവിടെ അവരെ ഒന്നിലധികം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അവർക്കവിടെ അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെയധികം വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്.
ഞാൻ ഇന്നലെ ഇട്ട റീഡിംഗ് ആണെങ്കിൽ പോലും സംതിങ് പോസിറ്റീവ് ആയിട്ടുള്ള അത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ പോലെയായിരുന്നു. കാരണം ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളായിട്ട് മാറ്റിയാൽ മാത്രമാണ് ഒരു ബ്ലെസ്സിങ്സ് വന്നു ചേരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റി നിങ്ങളുടെ ലൈഫ് പാത്തിലേക്ക് വരുന്നു, ലൈഫിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നു, ബ്ലോക്കേജസ് ഒക്കെ മാറി തുടങ്ങുന്നു എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇത്. അതിനെടുത്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് സമയം ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിച്ച് അയ്യോ ഒന്നും നടക്കത്തില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 5 സെക്കൻഡ് ആയിരിക്കും എല്ലാം നടക്കും, എല്ലാം സെറ്റാവും, അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകും. അങ്ങനെ ഇങ്ങനെ ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളായിട്ട് നിൽക്കുന്ന ഒരു എന്താണ് നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഉറച്ചൊരു തീരുമാനം എടുക്കുക. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്കുള്ള പ്ലാനിങ് ആയാലും യൂണിവേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ തന്നെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സെൽഫ് ജേർണി. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, ഞാൻ മുഖ്യ വീഡിയോസിലും പറയാറുണ്ട് സെൽഫ് ലവ് എന്ന്. ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വൺസ് സെൽഫ് ലവ് ചെയ്ത് തുടങ്ങി, ഞാൻ എന്നെ തന്നെ ആഴത്തിൽ സ്നേഹിച്ച് തുടങ്ങിയ സമയത്താണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഓക്കെ, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ടാരറ്റ് റീഡറാണ്. പക്ഷെ അതിനു മുന്നേ എനിക്ക് എൻ്റെതായിട്ടുള്ള പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ എന്നെക്കാളും കൂടുതൽ ഒരു സ്നേഹം ഒരാൾക്ക് കൊടുക്കുകയും ഞാൻ എന്നെക്കാളും കൺസേൺ ഒരാൾക്ക് കൊടുക്കുകയും അവിടെ എല്ലാം മറന്ന് ഒരാൾ എൻ്റെ ജീവനേക്കാളും ഒരാൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്കവിടെ അതിനുള്ള പ്രശ്നങ്ങളും പണികളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ വൺസ് എനിക്ക് അതിൽ നിന്ന് തന്നെ ഒരു പണി കിട്ടുകയും അതിലൂടെ ഞാൻ റിയലൈസ് ചെയ്യുകയും ചെയ്തു യഥാർത്ഥ ഒരു ലൈഫ് എങ്ങനെയാണ്, എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിയലൈസേഷനും കാര്യങ്ങളും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതും അങ്ങനെയൊക്കെ പാസ്റ്റിലുള്ള കർമ്മ ബാഗേജസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഒരു ടാരറ്റ് റീഡിങ്ങിലേക്ക് ഇറങ്ങിയത്. ആക്സിഡൻ്റലി, ഒട്ടും ഞാൻ വിചാരിച്ചതേ ഇല്ല ഞാനെന്ന് പറയുന്നൊരു പേഴ്സൺ ഇതിലേക്ക് ഇറങ്ങുന്നു. എന്തുകൊണ്ടോ എനിക്ക് ഇറങ്ങേണ്ടി വന്നതാണോ, അല്ലെങ്കിൽ സംതിങ് ഗൈഡൻസ് കൺഫർമേഷൻ കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണോ അറിയില്ല. ഇപ്പോൾ എനിക്കറിയാം എന്താണ് ലൈഫ്. അതുകൊണ്ടാണ് എനിക്ക് വന്നൊരു അനുഭവം അങ്ങനെ വേണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുഖ്യ ആൾക്കാരോടും സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് അതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വന്നു, ഹസ്ബൻഡ് വന്നു, മക്കൾ വന്നു, അവരെയൊന്നും സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെയൊന്നും കാണുന്ന അകറ്റി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുക, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒന്നും തലയിലെടുത്ത് വയ്ക്കാതിരിക്കുക. കാരണം ഒരുപാട് തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കാരണം വിഷമം വരും. ഒരുപാട് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് അകറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അത് കാരണം വിഷമം വരും. ലൈഫ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ബാലൻസിങ് പോലെയാണ്. അത് നമ്മുടെ ഒരു കൺട്രോളിൽ നമ്മൾ കൊണ്ടുപോകുന്നത് പോലെ ഇരിക്കും. ഓക്കെ, അതാണ് എനിക്ക് ഇത്രയൊക്കെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോഴും പോലും ഞാൻ ലൈഫിൽ ഭയങ്കര മെച്യൂർഡ് എല്ലാം പഠിച്ചൊരു വ്യക്തിയല്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് നടന്ന കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സ് ലൈഫിൽ തന്ന ലെസൺസ്, അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ ആരാണോ ബാക്ക് സ്റ്റാബ് ചെയ്തത് അവർക്ക് അതിനുള്ള പ്രശ്നങ്ങളും പണികളും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പേഴ്സൺ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ, അതും ഈ പേഴ്സൺ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് നന്നായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ടെക്സ്റ്റെങ്കിലും അയച്ചിരുന്നെങ്കിൽ, ഓഫ് കോഴ്സ് ആ പേഴ്സൻ്റെ മനസ്സിൽ ഈഗോയും കാര്യമൊക്കെ ഉണ്ട്, മേ ബി നിങ്ങൾ ടെക്സ്റ്റ് അയച്ചാലും മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു ഇതെങ്ങാനും ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊരു ടെക്സ്റ്റ് അയച്ചെങ്കിലോ, നിങ്ങളൊരു മെസ്സേജ് അയച്ചെങ്കിലോ, നിങ്ങളൊരു പ്രസൻസ് കിട്ടിയെങ്കിലോ എന്ന് ആ ഒരു പേഴ്സൺ അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കുകയോ ടെക്സ്റ്റ് അയക്കാതിരിക്കുകയോ വിളിക്കുകയോ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആരും അവരവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് കളയാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് ലെസൺസ് ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ജെന്യൂനിറ്റി ചെറുതായിട്ട് ഒരു തോതിലെങ്കിലും വന്നു നിൽക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്.
പക്ഷെ നമുക്ക് ടോട്ടലി ബ്ലൈൻഡ്ലി ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാനിപ്പോൾ പറയുന്നുണ്ട്. ബ്ലൈൻഡ്ലി നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും ആ ഒരു പേഴ്സൺ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രസൻസും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വരണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാതെ അവരവിടെ തന്നെ അവരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ അവിടെ ഒരു പ്രശ്നം, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് ഇഷ്യൂസൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളും ആ ഒരു പേഴ്സണെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവം വളരെ നല്ല ഒരു എന്താ പറയുക, മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ നല്ല ഒരു പോവും വഴി, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പോവും വഴി ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് താമസിക്കാതെ അതിനുള്ള നല്ല ഉത്തരങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ ലൈഫിൽ, ഒരു സമാധാനമാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിൽ ആ സമാധാനം കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് പോകണം എന്നാണ് ആഗ്രഹിച്ചത്, അതും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ അതിനുള്ള പാത്ത് നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് തുറക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ ഒരു മണിയടി കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ അടുത്തൊരു പൂജ നടക്കുന്നതാണ്, അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഇത് ഞാൻ പറഞ്ഞു വന്ന സമയത്താണ് മണിയടി കേട്ടത്. അതായത് നിങ്ങളായിട്ട് തന്നെ അതിൻ്റെ ഒരു പാത്ത് ഓപ്പൺ ചെയ്യുക, ഓക്കെ എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അനദർ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. കാണാൻ പറ്റും. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയോ അത് നിങ്ങളായിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കുക, അതൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണെങ്കിൽ പോലും അവിടെ പിന്നെ ഒരു ഈഗോ, പിന്നെ അവിടെ ഒരു പ്രശ്നം, വെറുതെ നിങ്ങളുടെ എനർജി കളഞ്ഞൊന്ന് വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പറയാനുള്ള കാര്യം പറയുക, സമാധാനപൂർവ്വം അതങ്ങ് തീർക്കുക. വെറുതെ അതിൻ്റെ പുറകെ റേസ് ചെയ്യാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മേ ബി പേഴ്സണിനെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് തരാൻ പോകുന്നത് ഇതിൽ നിന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇതിൽ നിന്ന് നല്ല നല്ല ആൾക്കാരെയാണ്, ഓക്കെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയോ നിങ്ങൾ പോകാൻ വേണ്ടി നിന്നാലോ നിങ്ങൾ നല്ലപോലെ തിങ്ക് ചെയ്തിട്ട് മാത്രം തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്കതെല്ലാം മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിപൂർവ്വം ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ലെസൺസ് ഒക്കെ കിട്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരാണല്ലേ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.